കോളേജ് പൊന്നമ്മനായ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുമായ ഇർഷാദിക്ക് ഞാൻ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. വീക്കായിട്ടുള്ള കാൻഡിഡേറ്റോ? നമ്മുടെ ഈ യൂണിയനുള്ളിൽ നിന്നും പുതുകാൽ വെട്ട്, തൊഴുത്തിക്കുത്ത് മുതലായ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് മറിഞ്ഞത്. അതൊന്നും പറഞ്ഞ് നമ്മുടെ ഈ വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കുന്നില്ല. നമുക്ക് ഇനി വിഷയത്തിലേക്ക് വരാം. നമുക്ക് വേണ്ടത് ഈ യൂണിയൻ ഇലക്ഷൻ നിർത്താൻ പറ്റിയ നല്ലൊരു സ്ഥാനാർത്ഥിയെയാണ്, നല്ലൊരു നേതാവിനെയാണ്. അതാണ് ഈ മീറ്റിംഗിന്റെ പ്രധാന അജണ്ട. ഇവിടെ കിടന്ന് മുറവിള കൂട്ടിയിട്ടൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് അതുപോലെ ഈ പ്രാവശ്യവും ഞാൻ തന്നെ തോറ്റു. കഴിഞ്ഞ പ്രാവശ്യം 2 വോട്ടിനാണല്ലോ തോറ്റത്. ഇപ്രാവശ്യം നമ്മൾ തന്ത്രപരമായി മുന്നേറണം. അത് ചോദിക്കാൻ നീ ആരടാ? തോറ്റവന്മാർക്ക് എന്തിനാടാ ബാനർ? തോറ്റാലും ജയിച്ചാലും നിനക്കെന്താ? നിന്റെ കുടുംബത്തൊന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും ക്യാൻറ്റീനിലേക്ക് അവിടെ പൂണ്ടം വൈകിട്ടെ. എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കണം. യൂണിവേഴ്സിറ്റി കലോത്സവം ഇനി അടുത്തു. അടുത്ത നോമിനേഷൻ നമ്മുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും. വേറെ ആര്? ചെറിയേട്ടൻ തന്നെ. ഞാനാണോ? അല്ല ചെറിയേട്ടാ, പെട്ടെന്നൊരാൾ വേറെ ആരെയാ മനസ്സില്? ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എബി ആവട്ടെ നമ്മുടെ അടുത്ത സ്ഥാനാർത്ഥി. നീ തന്നെ. വേറെ ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? അല്ലേ ചേട്ടാ, എബി ഇപ്പം വന്നതല്ലേ ഉള്ളൂ. കൈയടിക്കടാ. എടാ, ഈ പേടിക്കൊന്നും വേണ്ട. ആ പിന്നെ നീ ഒന്ന് നിന്ന് വന്നാ മതി. നമ്മള് പുഷ്പം പോലെ ജയിക്കും. വണ്ടിയൊന്നും മാറാ പോട്ടെ. ആ ഇതാരും മീരയോ? ആളെ മനസ്സിലായോ? മീര. ഓ, മീരയുടെ ലിറ്ററേച്ചറല്ലേ കോളേജ് മാത്സ് കൂടുതൽ വരാറുള്ളത്. ഞാൻ വായിക്കാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഇപ്രാവശ്യം ബഡ്ജറ്റ് ഭയങ്കര വീക്കായി ചെറിയേട്ടാ. ഇത്രയും പോരാ. അപ്പൊ ഇത്തവണ പിരിച്ചതൊക്കെയോ? അതൊക്കെ കലോത്സവത്തിന് പിള്ളേരുടെ ചെലവിലേക്ക് പോയി. കൂടുതൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ വിഭാഗം. ആരോട് ചോദിച്ചിട്ട്? ഇപ്പൊ മനസ്സിലായ കാണുമല്ലോ. പുതിയോരോത്തന്മാരെ പിടിച്ചു കയറ്റും. ആലോചിക്കണമായിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ കോളനിയുള്ള. പക്ഷെ കഴിഞ്ഞ മാസത്തിലെ എഴുത്ത് നമുക്കിട്ടുള്ള ഓട്ടായിരുന്നു. ഒരു വള്ളിക്കേസാ. പക്ഷെ കഥകൾ കുറെ ഉണ്ട്. ചെറിയേട്ടാ, എന്തായിരുന്നു ഇന്നത്തെ പരിപാടി? എന്തായിരുന്നു നിന്റെ പരിപാടി? ഓ, നമുക്കെന്ത് പരിപാടി? എന്നാലേ ആ പെണ്ണിന്റെ പുറകെയുള്ള കറക്കം അങ്ങ് നിർത്തിയേര്. വെള്ള തള്ള ഏതോ ഫോക്കസായിരുന്നു.
10-12 കൊല്ലം മുന്നേ ഏതാണ്ട് ഉടായ്പ കാണിച്ചിട്ട് ഏതോ റെയിൽവേ ട്രാക്ക് തലവെച്ച്. ഇനിയിപ്പോൾ ആരും തല്ലിക്കൊന്നിട്ടാണെന്ന് ആർക്കറിയാം. അതുകൊണ്ടേ ഇമ്മാതിരി ഐറ്റംസിനെ നമ്മുടെ പാർട്ടിയിലോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓനെ ലൈനും കാട്ടി തരേ, അതാ നിനക്കും പാർട്ടിക്കും നല്ലത്. എവിടെട്ടാ അനിയനെ നമ്മൾ സ്ഥാനാർത്ഥിയാക്കിയായിരുന്നേ. പിന്നെ എന്നെ കൂടെ കൂട്ടുന്ന കാര്യം മതി 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 മതി. ഓക്കെ ഓക്കെ. ഒന്നും കാണാൻ ഞാൻ MLA അനിയനെ സ്ഥാനാർത്ഥിയാക്കാൻ തോന്നുന്നുണ്ടോ? എന്നെ പറ്റി എന്തൊക്കെ അറിഞ്ഞാണല്ലേ? എനിക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുക. ഞാൻ പരിചയപ്പെട്ടവർക്കെല്ലാം ഒരേ മുഖമാണ്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. അയ്യോ, ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ അങ്ങനെ കാണുന്നത്? എന്റെ ഓർമ്മ ഉറയ്ക്കുന്നതിന് മുന്നേ എന്റെ അമ്മ എന്നെ വിട്ടു പോയതാ. എനിക്ക് മുഖം പോലും ഓർമ്മയില്ല. പക്ഷെ അവരാരായിരുന്നു എന്ന് എനിക്കറിയാം. അവർക്ക് ഈ സമൂഹം ഒരു പേര് നൽകി. ആ പേരിപ്പോ എന്നെയും പിന്തുടരുന്നു. ഞാനിപ്പോ ജീവിക്കുന്ന എന്റെ ജീവിതമാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം. എനിക്ക് പറയാൻ പറ്റുമോ നീ ഇപ്പൊ ജീവിക്കുന്നത് നീ ആഗ്രഹിച്ച പോലെയുള്ള ജീവിതമാണെന്ന്? മറ്റുള്ളവരുടെ കയ്യിൽ പറയുന്നില്ലേ? ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ രാജിവെക്കുന്നു. രാജിയോ? അതെങ്ങനെ ശരിയാവും? ഓഹോ, ആ തേപിടിച്ചിയുടെ വശം ചാടിയതായിരിക്കും. എന്നാലേ എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. എന്താ മീര ഇത് തെറ്റ്? സ്വന്തം അമ്മയുടെ പേരിൽ അവഹേളിക്കപ്പെട്ടപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ തല താഴ്ത്താൻ നടന്നോ? വ്യക്തിപരമായി ചൂഷണം ചെയ്യപ്പെടുമ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിൽ പലരോടും കൂട്ടുകൂടിയതോ? ഇപ്പോഴും മീരയെ പല കാരണങ്ങൾ കൊണ്ട് വിലയിരുത്തുന്ന നിങ്ങളാണ് ഈ പാർട്ടിയുടെയും ക്യാമ്പസിന്റെയും നാശത്തിന് കാരണമാകുന്നത്. ഇതൊരു മീരയുടെ മാത്രം ജീവിതം കൊണ്ട് ഒതുങ്ങുന്നില്ല. എവിടെ നിന്ന് വരുന്നു, ആരാൽ അറിയപ്പെടുന്നു, എന്താണ് അവരുടെ രൂപം, ആരാണ് അവരുടെ മാതാപിതാക്കൾ, മറ്റുള്ളവർ അവരെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന അടിസ്ഥാനത്തിൽ വിധിക്കുന്ന ഈ സിസ്റ്റം, അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിയില്ല. അനു, മീര എവിടെ? എനിക്ക് കുറെ കാര്യം സംസാരിക്കാനുണ്ട്. അവളിനി വരില്ല എബി. അവള് കോളേജ് നിർത്തിപ്പോയി. ഇത് പൊളിറ്റിക്കലി അവരെന്തോ കളിച്ചത് എബി. അല്ലെങ്കിൽ അവൾക്കിങ്ങനെ പോകാൻ പറ്റുമോ?
എല്ലാം എനിക്ക് വേണ്ടിയായിരിക്കും അല്ലേ?